നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഞാനും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ദുഃഖങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിലൊരു പരാജയമൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ പറയും, ഓ എന്നും ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കണമാണ്, ഞാൻ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, എന്തെല്ലാം വഴിപാടുകൾ കഴിക്കുന്നുണ്ട്, ഞാൻ ആർക്കും ഒരു ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല, അറിയാതെ വല്ലതും പറ്റിപ്പോയെങ്കിലേ ഉള്ളൂ എന്നിങ്ങനെയൊക്കെ നമ്മൾ പറയും. എന്നിട്ട് ഞാൻ എന്തിനാ ഇങ്ങനെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥനയെ അങ്ങ് പതുക്കെ നിർത്തും. നമുക്ക് വന്ന ആ കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ഓർത്ത്, ഇനി ആരെയും അങ്ങനെ വിശ്വസിക്കുന്നുമില്ല, അല്ലെങ്കിൽ അതൊന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും നമ്മളങ്ങ് തള്ളിപ്പറയുകയും ചെയ്യും, ഇല്ലേ? അപ്പം നമുക്ക് എന്നാ കാണിക്കണേ, നമുക്ക് കൂടുതൽ വിഷമാണ് ഇതിങ്ങനെ ഓർത്തോർത്തോർത്തോർത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ ഇതിലും വലുതാണോ വരാനിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ചിലപ്പോൾ ഏറ്റവും വലുതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നത്, പക്ഷേ അതിനെ നമുക്ക് തരണം ചെയ്യാനൊരു ശക്തി കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ നമുക്ക് പ്രാർത്ഥന കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഫലം ഉണ്ടാകുന്നുണ്ടല്ലേ? ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളത് ഒരു കാര്യമൊന്നുമല്ല. നമുക്ക് ഒരു വഴികാട്ടി അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ ദൈവങ്ങളെ കണ്ടാൽ മതി. അവർ നമുക്ക് ഒരു നേർവഴി പറഞ്ഞു തരും. നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ എന്നാ പറയണേ, മനസ്സിൻ്റെ അകത്തിരുന്ന് നമുക്കൊരു സംസാരം പോലെ തോന്നും. ആദ്യം നമ്മുടെ ചിന്തയിലേക്ക് തന്നെ അതായിരിക്കും, പിന്നീട് നമ്മൾ പുറമേയുള്ള ബുദ്ധിയിൽ ആലോചിക്കുന്നത്. ചിലപ്പോൾ നമ്മളോട് വേണ്ടാന്നായിരിക്കും പറയും, ചിലപ്പോൾ വേണമെന്ന് പറയുന്ന ഒരു ബുദ്ധി ഉണ്ടായിരിക്കും, ഇല്ലേ? അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലിരുന്ന് ആ സംസാരിക്കുന്നതിന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഒരു ശക്തി തരുന്നുണ്ടെങ്കിൽ, നമുക്കെല്ലാത്തിനെയും പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ നമുക്കതിനെ മറികടക്കാൻ സാധിക്കുന്നു എങ്കിൽ അതാണ് ദൈവം, അതിനൊരു ശക്തി. അതാണ് പ്രാർത്ഥനയുടെ ഫലം. അല്ലാണ്ട് നമ്മൾ വിളക്ക് വെച്ചിട്ട് വിളക്ക് വെക്കാതിരിക്കുകയോ മറ്റുള്ളവരെ പഴിക്കുകയോ ദൈവം എന്താ ഇങ്ങനെ എന്നൊക്കെ പറയുകയോ ചെയ്യുന്നൊന്നും ദൈവം അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു ഗുരുവാണ്, നമുക്കൊരു മാർഗദർശിയാണ്. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കരുത്ത് തരുന്നതിനെയാണ് നമ്മൾ ദൈവമായി കാണേണ്ടത്. ശരിയാണോ എന്ന് ചിന്തിച്ചു.